144 സങ്കീർത്തനം 1-ാം വാക്യം, യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുകാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. ഇസ്രായേൽ ജനം യുദ്ധത്തിലായിരുന്നപ്പോൾ മോശ കൈ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഇസ്രായേൽ ജനം യുദ്ധത്തിൽ ജയിച്ചു. മോശയുടെ കൈ താണപ്പോൾ ഇസ്രായേൽ പരാജയപ്പെട്ടു. ജോഷുവ വന്ന് കൈ ഉയർത്തിപ്പിടിച്ചപ്പോൾ മോശ വീണ്ടും ജയിച്ചു. അങ്ങനെയെങ്കിൽ 2 മക്കബയർ 8:18 അവർ ആയുധത്തിലും സാഹസ്യകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും തന്നെ അങ്കുലിന ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഒരു വിരലുകൾ കൊണ്ട് ലോകം മുഴുവനിലുമുള്ള ശത്രുക്കളെ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ 2 വിരലുകൾ കൊണ്ട് തറപറ്റിക്കാൻ ഒരു ചെറിയ ആയുധം നൽകി. ആ ആയുധത്തിന്റെ പേരാണ് ജപമാല മണി. നിങ്ങൾ ജപമാല എടുക്കണം. പിശാചിനെതിരെ പോരാടാൻ ജപമാല എടുത്ത് കൈ വിരിക്കണം, മുട്ടുകുത്തണം. വീട്ടിൻ്റെ അകത്ത് കലഹവും വഴക്കും അസ്വസ്ഥതയും അശുദ്ധിയും മധ്യാസക്തിയും സ്വസ്ഥതയില്ലാത്ത തകർന്ന കുടുംബത്തിൻ്റെ ഉള്ളിൽ നീ കിടന്ന് വെപ്രാളപ്പെടാതെ, മൊബൈലിൽ അശുദ്ധി കാണാതെ, ഇൻസ്റ്റഗ്രാമിൽ സമയം പാഴാക്കാതെ നീ ഇന്ന് കൈ വിരിച്ചില്ല എങ്കിൽ നിന്റെ കുടുംബത്തെ, വരും തലമുറയെ ആര് രക്ഷിക്കും? ആര് രക്ഷിക്കും നിന്റെ കൂട്ടുകാരെ? നിന്റെ വണ്ടിക്കകത്ത് പോകുമ്പോൾ നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ കൂട്ടുകാരി ലൈംഗിക അരാജകത്തിൽ ഏർപ്പെടുമ്പം കഴുത്തിൽ കിടക്കുന്ന ബാഗിൽ സൂക്ഷിക്കുന്ന ഈ ആയുധം നീ എടുക്കുമോളെ, മോനെ നീ എടുക്കണം.